കിട്ടണം. എനിക്ക് നീതി കിട്ടിയേ പറ്റത്തുള്ളൂ. എന്റെ പൊന്നിലത ഈ സുഗുണം വക്കീലിന്റെ കോടതി ചരിത്രത്തിൽ ഇതുവരെ ഒരു കേസ് തോറ്റ ചരിത്രം ഇല്ലേ? എനിക്കറിയോ? അല്ല, ഇല്ല. അതുകൊണ്ട് ഈ കോടതി നീതി മേടിച്ച് കൊച്ചിന്റെ കൈ വെച്ച് തരും. എന്റെ സാറേ, ഞാൻ ഡാൻസ് കളിച്ച് കഷ്ടപ്പെട്ട ഇതുവരെ എത്തിയത്. അയ്യോടി കൊച്ചെ, അപ്പൊ ഉപ്പൂറ്റി പൊട്ടി കാണുമല്ലോ. വീട്ടുപടിന്ന് കോടതിപ്പടി വരെ ഡാൻസ് കളിച്ചൊരു കൊച്ചെ. അവിടുന്ന് ഡാൻസ് കളിച്ച് വന്ന കാര്യമല്ല ഈ പറയുന്നേ. ഞാൻ ഈ നല്ലൊരു ഡാൻസുകാരി ആയതെന്ന്. സാറിന് അറിയാമോ, ഈ പ്രാവശ്യത്തെ പഞ്ചായത്ത് കലോത്സവത്തിന് ഏറ്റവും നന്നായി ഡാൻസ് കളിച്ചത് ഈ ഞാനാ. എന്നിട്ട് ട്രോഫി കൊണ്ടുപോയതോ ആ ജാനകി. എനിക്ക് നീതി കിട്ടണം സാറേ, എനിക്ക് നീതി കിട്ടണം. ഇതിനെല്ലാത്തിനും കാരണം ആ മാർക്കിടാമെന്ന മാക്രിയാ. എനിക്ക് മാർക്ക് തരാത്ത ആളെ ഞാൻ മാക്രീനെ വിളിക്കൂ. അപ്പൊ മാർക്ക് കുറയ്ക്കുന്ന ആളെ മാക്രി നാന്നേ, പോയിന്റ് കുറയ്ക്കുന്ന ആളെ പോക്രിന്ന് വിളിക്കാതിരിക്കുമല്ലോ. കോക്കറി കാണിക്കരുത്, ഇതൊരു കോടതിയാണ്. കോടതിയാണ് സംയമനം. അവള് വരുന്നുണ്ട്. ചേച്ചി വരി നടക്കും ചേച്ചി, നടക്കും. ഇവിടെ കിടന്ന് ഹൂം വെക്കരുത്. സാറേ, ഞാൻ കഷ്ടപ്പെട്ട് ഡാൻസ് കളിച്ച് കിട്ടിയ ട്രോഫിയാ. അത് അങ്ങനെ വല്ലവർക്കും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഇനി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. കുട്ടി ഒന്നും പേടിക്കണ്ട. LK അല്ലേ കേസ് എടുത്തിരിക്കുന്നത്? അതാരാ? അഡ്വക്കേറ്റ് ലാൽ കൃഷ്ണ. ഇതിന്റെ റൈറ്റ്സ് ഉള്ളത് കാര്യമായി എല്ലാവരും സ്വന്തമായിട്ട് പാടേണ്ടി വന്നേ. സാറേ, ഗമ കാണിച്ചിങ്ങനെ നടന്നിട്ട് കാര്യമില്ല. നമ്മൾ തോറ്റു കഴിഞ്ഞാ പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. എന്റെ പൊന്നു കൊച്ചെ, കേസ് നോക്കത്തില്ല. ഞാൻ ബാറിൽ എങ്ങനെ പോവും? സാർ ബാറിൽ എവിടെയാന്ന് വെച്ചാ പൊക്കോ. അതൊക്കെ സാറിന്റെ പേഴ്സണൽ കാര്യങ്ങളാ. അതല്ല ഞാൻ പറഞ്ഞത്, ബാർ അസോസിയേഷൻ. ആഹാ, പണ്ടൊക്കെ ഷെയർ ഇട്ടായിരുന്നല്ലേ. കോടതിയെ പറ്റി വല്ല ധാരണയില്ലല്ലേ? ബെസ്റ്റാ. ചില ആൾക്കാർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, എന്ത് വില കൊടുത്തും എന്റെ സർവ്വ ബുദ്ധി പ്രയോഗിച്ചും ഈ കേസ് ഞാൻ തന്നെ വിജയിക്കും. മിസ്റ്റർ LK എന്ന ലോക കിഴങ്ങൻ, സകലരും ബുദ്ധി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഊളക്കേസും ബാധിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. ഞാൻ ഏത് രീതിയിലും കേസ് പുഷ്പം പോലെ വിജയിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ പുഷ്പ 2 പോലെ ഞാൻ ജയിക്കും. മണിക്കൂർ വാദമായിരിക്കുമെങ്കിൽ അതോ വാദം. എനിക്ക് നീതി വേണം, എനിക്ക് നീതി വേണം. ഇതെന്താ, ചന്തയാണോ? അതെ, ചന്ത. ഞാൻ മീൻ കച്ചവടക്കാരൻ, നാരങ്ങ കലം. എനിക്ക് നീതി വേണം സാറേ, എനിക്ക് നീതി വേണം സാറേ, എനിക്ക് നീതി വേണം. എനിക്ക് നീതി സാറേ, ഞാൻ ആദ്യം വന്ന് എനിക്ക് നീതി വേണം സാറേ, എനിക്ക് നീതി വേണം. എനിക്കാണ് നീതി വേണ്ടത് സാറേ. നിനക്ക് നീതി തരാൻ ഞാൻ നീതി സ്റ്റോർ നടത്തുവാണോ? ആണോ? അല്ല, ഞാൻ വന്ന വഴിയെ നീതി തന്നെയാ. എന്റെ എൻട്രി പഞ്ച് അങ്ങ് പോകത്തില്ലേ? ഞാനൊരു റീ എൻട്രിയിൽ വന്നേ ഉള്ളൂ, അത് കൊളമാണ്. നിങ്ങൾ ഇവരെയാണോ വക്കീലായിട്ട് തിരഞ്ഞെടുത്തേക്കണേ? കൊളവാക്കും കേട്ടോ ഇവര് രണ്ടുപേരും കൂടെ. കഴിഞ്ഞ ദിവസേ അപ്പുറത്തെ കോടതിയിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു പീഡന കേസ് 2 വക്കീലന്മാര് വാദിച്ച് ലാസ്റ്റ് ജഡ്ജി 1-ാം പ്രതി. അതുകൊണ്ട് എനിക്ക് പേടിയാണ് നിങ്ങളുടെ മുമ്പിൽ. എത്ര നാളുകൊണ്ട് ഈ സുഗുണം വക്കീലിനെ കാണുന്നത്? അങ്ങനൊക്കെ വരുവോ? സ്വന്തം മാതാപിതാക്കളെ തല്ലിക്കൊന്ന മാനെ അനാഥനാന്നും പറഞ്ഞ് ജാമ്യം കൊടുത്തവനല്ലേ എനിക്ക്? അല്ലേ? മിണ്ടണ്ട കേട്ടോ. താഞ്ചിരിക്കണ്ട. നാടൻ പാട്ടുകാരനാക്കിയവനാണ് ഈ കക്ഷി. മിണ്ടണ്ട കേട്ടോ. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തരുന്ന പോയിന്റുകൾ അല്ലാതെ കൈയിൽ നിട്ടെങ്കാലും പറഞ്ഞ അറിയാലോ എന്റെ സ്വഭാവം. അതെ, ചെറുതാ. കൈയിൽ നിട്ട് ആരും പറയണ്ട, കറക്റ്റ് സാധനം മാത്രം പറഞ്ഞാൽ മതി. കഴിഞ്ഞ മാസം ഒരു വാദം ഉണ്ടായിരുന്നു. ഈ വാദം ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞപ്പോ എന്റെ കയ്യിൽ ഒരു കൊതുക് അങ്ങ് വന്നിരുന്നു. ഒന്നാമത് കേട്ട് തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുക. ദേഷ്യവും സങ്കടവും വിഷമവും കൂടെ ഞാൻ ആ കൊട്ടടി വെച്ചോ ഒറ്റയായി. അസ്ഥി അങ്ങ് പൊട്ടിപ്പോയിന്നു. കൊതുകിനെ അവിടെ ഇരിക്കുന്ന അസ്ഥി? കൊതുകിനല്ലെന്ന്, കൈപ്പത്തിയുടെ അസ്ഥി അങ്ങ് പൊട്ടി. ഇതുകൊണ്ട് ആശുപത്രി ചെന്നു എക്സ്റേ എടുക്കാനായിട്ട്. ചെന്ന് കഴിഞ്ഞപ്പോ നേഴ്സിനോട് ചോദിക്കുക, കൊതുകിന്റെ ടാറ്റു അടിച്ചിട്ടുണ്ടോ? അത് ഇവിടെ ഒരു കൊതുക് വന്ന് കൊട്ടോടിക്ക് ഇങ്ങനെ അടിക്കുക. 1 കിലോമീറ്റർ അകലെ നിന്ന് വാദിച്ചാൽ മതി കേട്ടോ, ഏത് സമയം അടി വരും. അപ്പൊ തുടങ്ങാം. സാറേ, ആ ബുക്കില് കൈവച്ച സത്യം പറയണ്ടേ? നീ പറയാൻ പോണെന്ന് ഉണയാന്നറിയാം. എന്താ സത്യം പറയണേ?
ഒന്നാം സത്യമുള്ള ബുക്കാ അത്. ഓർഡർ തുടങ്ങാം. ബഹുമാനപ്പെട്ട കോടതി, എന്റെ കക്ഷിയായ ലത കഴിഞ്ഞ ആഴ്ച നടന്ന പഞ്ചായത്ത് ഗ്രാമോത്സവത്തിൽ മികച്ച രീതിയിൽ ഡാൻസിന് പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ ഒന്നാം സമ്മാനം ലതയ്ക്ക് കൊടുക്കാതെ തെറ്റായ സ്റ്റെപ്പുകൾ വെച്ച ഈ ജാനമ്മയ്ക്ക് ഒരു വിധത്തിൽ ഞാൻ ഓർത്ത് പറയട്ടെ, തെറ്റായ സ്റ്റെപ്പുകൾ ജാനമ്മയ്ക്ക് ഒന്നാം സമ്മാനം കൊടുത്തു. നല്ല രീതിയിൽ കളിച്ച എന്റെ ലതയ്ക്ക് തന്നെ കോടതി ട്രോഫി വാങ്ങിച്ചോളുന്നു സാക്ഷിയായിട്ടും വക്കീലായിട്ടും അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഓ ഒത്ത് നിനക്ക് മാത്രം അങ്ങ് പറഞ്ഞാ മതി. പുള്ളി മിണ്ടുന്നില്ല. പിന്നെ എന്റെ വായി പഴം തിരിയിരിക്കുവാണോ? പുള്ളിയുടെ വാദം പുള്ളി പറയണ്ടേ? എന്റെ വാദം ഞാൻ പറഞ്ഞു. ആണ്ടേ ഓർത്ത് നോക്കി. ബ്രസീൽ? നോ ബ്രസീൽ, ഐ ആം അർജന്റീന. സാറ് ബ്രസീൽ എന്നല്ലേ പറഞ്ഞേ? ഞാൻ അർജന്റീനയാ. ആണ്ടേ സാറ് വിഷമിക്കണ്ട സാറേ, ഞാനും ബ്രസീലാ. എന്തിന്? ഫുട്ബോൾ കളിക്കുന്ന രാജ്യങ്ങളുടെ പേരല്ല പറഞ്ഞേ, ബ്രസീലിനാ പറഞ്ഞേ. എംബാപ്പ പറയും. ഞാൻ ഈ മറ്റേ ടീമിന്റെ ആളാ, ഫ്രാൻസിന്റെ. പറഞ്ഞു സാർ, എന്റെ കക്ഷത്തിരിക്കുന്ന ഈ കക്ഷി എന്റെ കക്ഷി നിരപരാധിയാണ്. എന്റെ കക്ഷി വളരെ മനോഹരമായി നൃത്തം ചെയ്തു. അന്ന് അവിടെ ഇരുന്ന ജഡ്ജി എന്ന് പറയുന്നത് സാറിനെ പോലെ സുന്ദരനും സുഗമനുമായ ഒരാളാണ്. എനിക്ക് തോന്നുന്നു സാറിന്റെ അത്ര ഗ്ലാമർ ഇല്ല. ബഹുമാനപ്പെട്ട കോടതി, സുഖിപ്പിച്ച് വാദം നേടിയെടുക്കാമെന്ന് ആരും കരുതണ്ട. അല്ല, നിന്നെയല്ല സൂപ്പിച്ചത്, എന്നെയല്ലേ? എനിക്ക് കുഴപ്പമില്ല, സൂപ്പിച്ചു. സാർ സത്യം, സാറിന്റെ അത്രയും ഗ്ലാമർ ഇല്ലാത്ത ഒരാളാണ് അവിടെ ജഡ്ജി ആയിട്ടിരുന്നത്. അദ്ദേഹമാണ് ഒന്നാം സമ്മാനം കൊടുത്തത്. അതുകൊണ്ട് എന്റെ കക്ഷി നിരപരാധിയാണ്. I objection, Your Honor. അങ്ങനൊക്കെ ഉണ്ട് കോടതിയിൽ. അങ്ങനെയുണ്ട് കോടതി. ഞാൻ ഞെട്ടിപ്പോയല്ലോ, ഞാൻ ഉള്ളിപ്പോയല്ലോ. കോടതിയെ ഞെട്ടിപ്പിച്ചതിന്റെ പേരിൽ 250 രൂപ. അല്ല സാറേ, ഞാൻ പേടിപ്പിച്ചതല്ല. പേടിപ്പിച്ചല്ല. അപ്പൊ തെറ്റ് ന്യായീകരിക്കാൻ നോക്കിയതിന് 250. അപ്പൊ 500 രൂപ. സാറേ, ആകെ 1000 രൂപ കൊച്ചു തന്നു. അതിനകത്ത് 500 സാറ് എല്ലാവർക്കും കൊല്ലം മേടിച്ചോണ്ട് പോണ്ടേ? എന്തായാലും പറയാനല്ലോ. ഓ, ഞാൻ ഒന്നും ഉണ്ടത്. 750 എന്നാ ചെയ്തിട്ട് നല്ല ഫ്ലോയിൽ പോയിക്കൊണ്ടിരുന്ന ഈ കോടതിയെ ലാഗാക്കിയത് 250. പറഞ്ഞോ, മോള് പറഞ്ഞു. അയ്യോ സാറേ, ഞാൻ ഡാൻസ് കളിക്കുന്ന ആളാ. അയ്യോ സാറേ, ഡാൻസ് കളിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ മുമ്പിലാ? അത് ശരി. കോടതി വന്നിട്ട് ആക്ഷൻ സോങ് കാണിച്ച് കോടതിയെ കബളിപ്പിക്കാൻ നോക്കുന്നു. 250 രൂപ. ഇവിടെ ഒരു കൊഞ്ഞനം കുത്താനുള്ള അവകാശം കൂടി ഇല്ലേ? കൊഞ്ഞനം കുത്തിയാൽ 5000 രൂപ വിലയാവും. മനസ്സിലാക്കിയോ? ആ, വാദിക്കാം. സാർ, എന്റെ കക്ഷി നിരപരാധിയാണ്. എന്റെ കക്ഷി വളരെ മനോഹരമായി ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതെ, ഞങ്ങളെ നമുക്ക് കോടതിക്ക് വേണ്ട മെയിൻ ആയിട്ട് തെളിവാണ്. നിങ്ങളുടെ വീഡിയോ വല്ലോ ഉണ്ടോ? നിങ്ങളുടെ വീഡിയോ എല്ലാം ഇരിപ്പുണ്ടോ? അയച്ചു കൊടു. എന്റെ വീഡിയോ സാറേ. അവിടെയോ? അറിഞ്ഞൂടെ, ചെലപ്പോ ഇറങ്ങിക്കാണും. സാർ, അവിടെ ഡാൻസ് കളിച്ച് പലരും എടുത്തിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോ ഇത് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ കേസ് നമുക്ക് ഡിസ്റ്റിങ്ഷൻ വെക്കേണ്ടി വരും സാർ. എക്സ്റ്റൻഷന് നീട്ടി വെക്കേണ്ടി വരും ഈ കേസ്. നീട്ടി വെക്കേണ്ട വരും. അല്ല, നീട്ടി വെക്കാൻ പറ്റത്തില്ല. എന്നാന്നറിയോ? ഒന്നാമത് 100 കൂട്ടം കേസ് ഇതിന്റെ പുറകെ ഇരിക്കുക. ഈ കോപ്പെല്ലാം കൂടെ മറിഞ്ഞ് എന്റെ തലയിലേക്ക് വീഴും. ഇതെങ്ങനെയെങ്കിലും തീർത്ത് കിട്ടി കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. സാറേ, തെളിവില്ലാതെ നമുക്ക് വിധി കൽപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. സാർ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞങ്ങളുടെ ഒരു ഗുരു ഉണ്ട്. ആ, ഗുരു ആരാ? ശ്രീവിദ്യ. അത് കൊള്ളാലോ, ഒന്നിച്ചു പറഞ്ഞ ശ്രീവിദ്യ. പ്രശസ്ത സിനിമ ടെലിവിഷൻ താരം ശ്രീവിദ്യ മല്ലപ്പള്ളിയാണ്. സാറേ, മല്ലപ്പള്ളിയല്ല, മുല്ലച്ചേരി. അല്ലിശ്ശേരി മുല്ലച്ചേരി. ഏത് പുളിശ്ശേരി ആയാലും വിളിക്കാം. ലതയെയും ജാനകിയെയും ഡാൻസ് പഠിപ്പിച്ച ശ്രീവിദ്യ മുല്ലശ്ശേരി ഹാജരുണ്ടോ? കേസ് വിളിക്കുന്നത് അവര് അവിടെ ഇരിപ്പണല്ലോ. പതുക്കെ വിളിച്ചാ പോരെ. മോളെ, നീ കയറി വന്നേ. ദൈവമേ, ഞാൻ കാല് തൊട്ട് ഒത്തിയില്ല. എന്റെ ഇടയിൽ കൂടെ കൈയിട്ടൊക്കെ
ഞാൻ പുസ്തകം തൊടൂല, എനിക്ക് പുസ്തകം തൊട്ട ഉറക്കം വരും. എനിക്കങ്ങനെയല്ല, പുസ്തകം തുറന്നു വെച്ചാൽ അപ്പൊ എനിക്ക് ഉറക്കം വരും. അതുകൊണ്ട് ഞാൻ പേപ്പറിലായി പരിപാടി. ചമ്മി പോയല്ലേ? ഇത് രണ്ടുമാണോ നിങ്ങൾ വിദ്യാർത്ഥികള്? അതെ അതെ, ഇത് അതെ. നിങ്ങൾ ഏത് പാട്ടാണ് ഇവരെ പഠിപ്പിച്ചത്? ഞാൻ ഇവരെ പഠിപ്പിച്ചത് ഒരു പാട്ടാണ്. അപ്പൊ സ്റ്റെപ്പുകള് വേറെ വേറെ. അപ്പൊ ഒരു പാട്ടാണ് പഠിപ്പിച്ചത്. അതെ. നമുക്ക് ഇത് ഇവിടെ ഒന്ന് കാണാൻ പറ്റുമോ? അല്ല സാറേ, ഞങ്ങൾക്ക് കോസ്റ്റ്യൂം മാറണ്ടേ? സങ്കല്പിച്ചോളാം ഞാൻ. കോസ്റ്റ്യൂം ഉണ്ടെന്ന് സങ്കല്പിച്ചോളാം. ആ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡാൻസ് ചെയ്യാലോ? ഡാൻസ് ചെയ്യും. ഡാൻസ് ചെയ്ത് സാർ വിധി പറയും. വിധി പറയും. ഓക്കെ, ഒരു ഡാൻസും കാണാം. എന്നെയും കൂടിയേ. ഓ എന്റെ ദൈവമേ, ഈശ്വരാ. എന്റെ അനുഗ്രഹം വേണ്ട, ഞാൻ പഠിപ്പിച്ചില്ല. സുമുഹൂർത്തമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. കുക്കുറുക്കൻ കരുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി. മുന്തിരി കണ്ട് കൊതിച്ച് കുതിച്ച് കൊമ്പത്ത് നോക്കി നിന്നു. കുക്കുറുക്കൻ കക്കിരി കക്കും കരുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി. മുന്തിരി കണ്ട് കൊതിച്ച് നക്കില് വെള്ളം കുതിച്ച് കൊമ്പത്ത് നോക്കി നിന്നു. എന്റെ കക്ഷിക്കല്ലേ സാർ എന്തുകൊണ്ട് 1ാം സമ്മാനം? സാറേ, ഇന്നത്തെ പ്രകടനം നോക്കൂ സാറേ. എന്റെ ലേതയല്ലേ സാറേ നന്നായിട്ട് സാർ അത് ഇനി വിധി പറയണം സാർ. ഇത് വലുതായിട്ട് എഴുതാൻ മേലായിരുന്നു. ഒന്നാമത് അക്ഷരത്തെറ്റും. വിധി ഞാൻ വായിക്കാം. ഈ കലോത്സവ വേദി കേസിലെ 1ാം സമ്മാനം കിട്ടിയ ആൾക്കാണ് ആദ്യം ഇവിടെ കേസ് ഉണ്ടാക്കിയത്. അറിയാമല്ലോ. ഇത്തരത്തിലുള്ള ഈ മാട്ട ഐറ്റം ഇവരെ പഠിപ്പിച്ച് മത്സരിക്കാനുള്ള പ്രചോദനം നൽകിയ ശ്രീവിദ്യ മുല്ലച്ചേരിയെ 6 വർഷത്തേക്ക് കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. അത് കറക്റ്റാ സാർ. അത് 12 വർഷമായിരുന്നു. ഞാൻ പിന്നെ 6 ആക്കി അങ്ങ് വെട്ടി കുറച്ചെന്നേ ഉള്ളൂ. ഡാൻസ് ഓക്കെ അല്ലേ സാർ? ഇവർക്ക് വേറെ വരുന്നുണ്ട്. പിന്നെ ഇവര് എല്ലാ ഞായറാഴ്ചയും സെൻട്രൽ ജയിലിൽ പോയിട്ട് തടവുകാർക്ക് മുമ്പ് ഈ ഡാൻസ് കളിക്കണം. താങ്ക് യു സാർ. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും അത്. പിന്നെ നിങ്ങളുടെ കാര്യം, ഈ മാട്ട ഡാൻസുകാരെ കൊണ്ട് വന്നതിന് നിങ്ങൾക്ക് 1000 രൂപ വെച്ച പിഴ. എങ്ങനെയുണ്ട് എന്റെ വിധി? ഇത് നിങ്ങളുടെ വിധിയല്ല, ഇത് എന്റെ വിധി. ഓഹോ